നമസ്കാരം. ഞാൻ കഴിഞ്ഞൊരു ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസംഗം കാണാനിടയായി. ആ പ്രസംഗം കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി എന്നുള്ളതാണ്. നമ്മുടെ ഈ ജ്യോതിഷന്മാർ അല്ലെങ്കിൽ ഈ കവടി നിരത്തി ഫലം പറയുന്ന ആൾക്കാർ ഫലം പറയാറില്ലേ? അങ്ങനെ അവർ ഫലം പറയുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും കാര്യം എടുത്തു പറയുമ്പോൾ നമ്മളൊന്ന് ഞെട്ടും. എന്നതുപോലെ ഞാനും ഒന്ന് ഞെട്ടി. ഈ പ്രാസംഗികൻ ഒരു മുസ്ലിം പണ്ഡിതനാണ്. അദ്ദേഹം നല്ലൊരു ഖുർആൻ വ്യാഖ്യാതാവാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലി എന്ന് പറയുന്നത് ഒരു ക്ലാസ് മോഡലാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് റഹ്മത്തുള്ള കാസിം മുത്തേടം. ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം 26 വർഷം മുമ്പ്, ഏകദേശം 2000-ലോ മറ്റോ അദ്ദേഹം പ്രസംഗിച്ച ഒരു പ്രസംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു മഹായുദ്ധം സംഭവിക്കും. ആ യുദ്ധം ഇറാനുമായിട്ടായിരിക്കും. ആ യുദ്ധത്തിൽ ഇറാൻ തകർന്ന് തരിപ്പണമാവുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഞാനും ഒന്നും ചിന്തിച്ചു, ഇദ്ദേഹത്തിന് ഇതെങ്ങനെ പറയാൻ സാധിച്ചു? യഥാർത്ഥത്തിൽ ഇത് 1600 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഫാക്കപ്പെട്ട അതരങ്ങളിൽ നിന്ന് മൊഴിഞ്ഞ മുത്തുമണികളാണ് അദ്ദേഹം ഈ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത്. ആ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട്, ലോകത്ത് ഒരു മഹായുദ്ധം സംഭവിക്കാനിരിക്കുന്നു. അത് ഒരു ഭയാനക യുദ്ധമായിരിക്കും. അത് ഇറാനുമായിട്ടായിരിക്കും. ആ യുദ്ധത്തിൽ ഇറാൻ പരാജയപ്പെടും. ആ യുദ്ധത്തിൽ ഇറാൻ മാത്രമല്ല, പശ്ചിമേഷ്യയിലെ, അതായത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ മിക്ക രാജ്യങ്ങളും, അതായത് സൗദി, ഖത്തർ പോലെയുള്ള രാജ്യങ്ങളൊക്കെ വൻ തകർച്ചയിലായിരിക്കും. യഥാർത്ഥത്തിൽ നമ്മളത് കണ്ടു കഴിഞ്ഞു. ഈ യുദ്ധം ഇറാനും ഇസ്രായേലും തമ്മിലായിരുന്ന യുദ്ധം ഇന്ന് അത് പല സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചു എന്നുള്ളതാണ്. സൗദിയിലെ അറബ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അവർ അതിന് പറയുന്ന കാരണമെന്ന് വെച്ചാൽ അമേരിക്കയുടെ താവളങ്ങളൊക്കെ ഈ അറബ് രാജ്യങ്ങളിലുണ്ട്. അത് തകർക്കുന്നതിന് വേണ്ടിയാണ് ഈ യുദ്ധം, അല്ലെങ്കിൽ ഈ അറബ് രാജ്യങ്ങളെ തങ്ങൾ ആക്രമിച്ചതെന്നാണ്. വേറൊരു കാര്യം കൂടി അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ ലോക അവസാനം സംഭവിക്കും. ലോക അവസാനം സംഭവിക്കുന്നതിന് മുമ്പ് മുസ്ലിമീങ്ങൾ ഒരാളെ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മഹദി ഇമാമാണ്. മഹദി ഇമാം പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ഖുർആനിൽ പറയുന്നത് ഈ അറബ് ലോക രാജ്യങ്ങളൊക്കെ മൊത്തം തകർന്നു തരിപ്പണമാവുമെന്നാണ്. അതായത് ഇന്ന് കാണുന്ന അറബി രാജാക്കന്മാരുടെ പത്രാസൊക്കെ നശിച്ച് അറബി ലോകരാജ്യം ഒരു ഗതിയുമില്ലാത്ത ഒരവസ്ഥ, അവർക്കൊരു രക്ഷകനില്ലാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ അവർക്ക് വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ ഒന്നും കിട്ടാത്ത ഒരവസ്ഥ, 1000 സ്വർണ്ണഖനികൾ സമ്പാദിക്കുന്നതിനേക്കാൾ ഒരു കഷ്ണം റൊട്ടി കഷ്ണം കിട്ടിയാൽ മതിയെന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് അറബി ലോകരാജ്യം മാറുമെന്നുള്ളതാണ്. അത്തരത്തിൽ അറബി ലോകരാജ്യം മാറിക്കഴിഞ്ഞാലാണ് ആര് പ്രത്യക്ഷമാവൂ? മഹദി ഇമാം പ്രത്യക്ഷമാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു യുദ്ധത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്, ഇറാനും ഇസ്രായേലും തമ്മിൽ തുടങ്ങിയ യുദ്ധം, അതിൽ ഇസ്രായേലിനെ അമേരിക്ക സപ്പോർട്ട് ചെയ്തു. അവർ തമ്മിൽ ചെയ്യേണ്ട യുദ്ധം ഇത് മറ്റ് ലോകരാജ്യങ്ങളായ അറബ് രാജ്യങ്ങളുടെ മുകളിലൊക്കെ അതിൻ്റെ ക്ഷീണം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ നാളെ ഒരു സമയത്ത് ഇതൊരു വർഗീയ യുദ്ധമായിട്ട് മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇറാനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ യുദ്ധം, ഇനി അടുത്തൊരു യുദ്ധം എന്ന് പറയുന്നത് ഈ അറബ് ലോക രാജ്യങ്ങളെ തകർക്കുക എന്നതായിരിക്കും. അത്തരത്തിൽ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അറബ് ലോക രാജ്യങ്ങൾ തകർന്നു കഴിഞ്ഞാലായിരിക്കും മഹദി ഇമാം പ്രത്യക്ഷപ്പെടുക. പിന്നീടായിരിക്കും ലോക അവസാനം ഉണ്ടാവുക. നമുക്ക് റഹ്മത്തുള്ള കാസിം മുത്തേടം പ്രസംഗിച്ച ആ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നിങ്ങളൊന്ന് കേട്ടു. പറയാൻ പോകുന്ന കാര്യം, ഇറാനുമായി ഒരു യുദ്ധം സത്യമായി ഉണ്ടായിരിക്കും. യാതൊരു സംശയവും വേണ്ട. അത് നടന്നേ തീരും. അത് വളരെ താമസിയാതെ നടക്കുകയും ചെയ്യും. ഇറാനുമായി യുദ്ധം വന്നാൽ മിഡിൽ ഈസ്റ്റ് ഇനിയും അട്ടിമറിയും. മിഡിൽ ഈസ്റ്റ് അട്ടിമറിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്രോതസ് മുഴുവനും നശിക്കും. അതുകൊണ്ട് എക്കണോമിക്കൽ സിസ്റ്റത്തെ കൃത്യമാക്കാൻ നമ്മൾ പഠിക്കണം. സൂക്ഷിച്ച് ചെലവഴിക്കാൻ പഠിച്ചവർക്ക് ദാരിദ്ര്യം വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. ഇത് നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം. ഞാനിത് വളരെ പണ്ടേ നിങ്ങളോട് പറയുന്നുണ്ട്. ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇറാൻ. ഞാൻ 2000 മുതൽ പറയുന്ന വർത്താനാണ്. പഴയ കേസറ്റൊക്കെ കേട്ട നിൽക്കുകയാണ്. അടുത്ത യുദ്ധം ഇറാനുമായാണ്. അത് ഭയാനകമായിരിക്കും. അതിനാരാ ചെയ്യുക? അതിന് മറ്റുള്ളവരാണ് ചെയ്യുക. എന്തുകൊണ്ട്? ഒരു നഷ്ടവും അവർക്കില്ല. നഷ്ടം ആർക്കുള്ളത്? പറ, ആർക്കാ നഷ്ടം സംഭവിക്കുക? മുസ്ലിമീങ്ങൾക്ക്. ഇറാൻ ഇനി ഒരിക്കലും അമേരിക്കയെ തിരിച്ചടിക്കില്ല. ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുക എങ്ങനെയായിരിക്കും?
ഒരു സാധാരണ നിലയിൽ ഒരു രാജ്യം തിരിച്ചടിക്കുകയും പോലെ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ഖത്തറിലോ സൗദിയിലോ ഉള്ള അമേരിക്കൻ ക്യാമ്പുകളെ ആക്രമിക്കുകയാണ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായും എന്തുണ്ടാവും? ആ രാഷ്ട്രം ആ പക്ഷത്ത് ചേരും. ഇത് നടക്കൂലേ? നടക്കും. ഇത് നടന്നേ തീരൂ. ഇറാനുമായി യുദ്ധം അനിവാര്യമാണ്. അത് നടന്നേ തീരൂ.